ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മളുടെ കേരള പി എസ് സി കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി നമ്പർ 275/2025 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മാൻ ടെക്സ്റ്റ് ടെക്നോളജി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പാസ് ഇൻ ടെക്നിക്കൽ THSLC ആണ്, ഫോർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ SLC+NTC ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് ആണ് അവർ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രൊഫൈലില് കയറിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഒക്ടോബർ 3-ാം തീയതി വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, 18 to 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. ഇനിയിപ്പോ അടുത്ത പോസ്റ്റ് ഏതാണോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിവിൽ ഉദ്യോഗാർത്ഥികൾ, സിവിൽ കഴിഞ്ഞവർ നോക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ട്രേഡ്സ്മാൻ സിവിൽ. 26,500 തൊട്ട് 60,700 രൂപയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ളത്. 7 വേക്കൻസിയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസി ഒക്കെ എന്തായാലും കൂടുന്നുണ്ടാവും. അപ്പോ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 to 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. അപ്പൊ ഇതിനും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് THSLC വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതല്ലാന്നുണ്ടെങ്കിൽ SLC+NTC സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്ററാണ്. OBC SC/ST കാൻഡിഡേറ്റ്സിന്റെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറസ്പോണ്ടിങ് 3-5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ഇത് ഡിപ്ലോമ മാത്രം, ഡിപ്ലോമ ബിടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി അടുത്ത വെച്ചാൽ ട്രേഡ്സ്മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്നിങ് ആണ്. 23 വേക്കൻസിന്റെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 23 വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. 18 to 36 വയസ്സ് ഏജ് ലിമിറ്റ്. പാസ് ഇൻ THSLC വിത്ത് സ്പെഷ്യലൈസേഷൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതല്ലാന്നെങ്കിൽ SLC+NTC സർട്ടിഫിക്കറ്റിന്റെ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അവർക്കൊക്കെ എന്താ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടാവും. പിന്നെ വീണ്ടും ട്രേഡ്സ്മാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഓക്കെ, ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതും എന്താ നമ്മുടെ THSLC ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് പ്ലസ് ട്രേഡ്, അല്ലാന്നുണ്ടെങ്കിൽ SLC+NTC സർട്ടിഫിക്കറ്റിന്റെ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അപ്പോൾ ഡിപ്ലോമ ബിടെക് അവർക്ക് എന്താ അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നതാണ്. ഇപ്പം സിവിൽ കഴിഞ്ഞവർക്കാണെങ്കിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് എന്താ കറസ്പോണ്ടിങ് ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കുറെ പേര് നോക്കി എന്നൊരു പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 279/2025 കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എന്ന പോസ്റ്റിലേക്ക് 25,800 തൊട്ട് 59,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നല്ല വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 30 പോസ്റ്റർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 18 to 36 വയസ്സിലാണ് അവിടെ ഏജ് ലിമിറ്റ്. പാസ് ഇൻ SLC+NTC സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബർ. പ്ലംബർ ആണ് കേട്ടോ. ഓക്കെ, പ്ലംബർ ആണ് അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്ക് കഴിഞ്ഞാൽ ഇക്വലന്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഇക്വലന്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാർപ്പന്റർ എന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി തന്നെയാണ്. 18 to 36 വയസ്സ് ഏജ് ലിമിറ്റ്. ഇതെന്താ 7ാം ക്ലാസ് സ്റ്റാൻഡേർഡ്, പിന്നെ NTC ഇൻ ദ ട്രേഡ് ഓഫ് കാർപ്പൻട്രി ഓർ ഇക്വലന്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓക്കെ, പിന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ. 2 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ദി ഇൻ സർവീസ് പേഴ്സൺ ഫ്രം ദ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കറസ്പോണ്ടിങ് കേരള PSC സ്റ്റെനോഗ്രാഫർ, അതേപോലെ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള കുറെ പോസ്റ്റുകളിലേക്ക് എന്താ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.